So I've been married for over 15 years happily, and I'm a couples therapist for over 15 years. And here are some rules that I tell all the couples to agree on before they get married. 15 വർഷമായി കപ്പിൾ തെറാപ്പി അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം അത്രയും തന്നെ അതിലും കൂടുതൽ സംഭവങ്ങളിൽ, അതായത് ഏകദേശം ഒരു ഡെക്കേഡ് മേലെയായിട്ട് മാരീഡ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡിയാണിത്. എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ അല്ലെ മാരേജിൽ പുള്ളിക്കാരി കൂടുതൽ കിട്ടുന്ന ചോദ്യം, അഡ്വൈസ് എന്താണ് കൊടുക്കാനുള്ളത് എന്നാണ് പുള്ളിക്കാരി പറയാൻ പോകുന്നത്. I've sat with hundreds of couples, and I can tell you these aren't cute ideals. They're real habits that make or break long-term relationship. Okay. So let's go through them. Number 1, we do not weaponize the word breakup or divorce. Not as a joke, not as a threat. Words shape safety, and safety shapes connection. When couples throw out threats, ശരിയാണ്. നമ്മുടെ ഈ ഇപ്പം എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ തന്നെ ബ്രേക്കപ്പ് പരിപാടികള് എന്നുള്ള സംഭവത്തിന് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ എറിഞ്ഞെറിഞ്ഞ് കളിക്കാറുണ്ട് റിലേഷൻഷിപ്പില്. ഇപ്പൊ ഇങ്ങനെയാണോ ബ്രേക്കപ്പ്, ബ്രേക്കപ്പ്, ഈ ബ്രേക്കപ്പ്, ആ ബ്രേക്കപ്പ്, നോ അങ്ങനെ എറിഞ്ഞ് കളിക്കേണ്ട ഒരു വാക്കല്ല ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. മാരീഡ് ആണെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, rattles the foundation every single time. You can't take those words back. Number 2, there is no rigid 50-50. Relationships are living, breathing things. Some weeks you're carrying more, some weeks your partner's carrying more. The healthiest couples understand that love is fluid and generosity is a practice. Yeah. I love the idea that great relationships often feel like 60-40 with both people trying to get to 60. Number 3, we protect each other's dignity in public. We praise publicly. We work through hard stuff privately, not because you're hiding, because respect is the oxygen of long-term partnership. പബ്ലിക്കായിട്ട് പോയിട്ട് നിൽക്കുമ്പോൾ കപ്പിൾസ് പാർട്ട്നേഴ്സ് തമ്മിൽ വഴക്കുണ്ടാക്കാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നല്ല കാര്യങ്ങൾ പറയുക. നമ്മുടെ പാർട്ട്ണറുടെ കുറ്റങ്ങൾ പോയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് പബ്ലിക്കായിട്ട് നിൽക്കുമ്പോൾ പറയാതെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഇനി നല്ല കാര്യങ്ങൾ അങ്ങോട്ട് കയറി പറയണം എന്ന് ഞാൻ പറയില്ല. എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ മാത്രം നല്ല കാര്യങ്ങൾ പറയുക, കുറ്റം പറയാതിരിക്കുക. Number 4, independence matters. This is a big one. Your own hobbies, your own friendships, your own inner world. 2 people relying on each other 100% for their emotional fuel will burn out fast. 2 whole grounded people who share their joy, that's gold. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. നിങ്ങളൊരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലൈഫ് വേണം, നിങ്ങളുടേതായ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി വേണം, നിങ്ങളുടേതായ ഒരു മെന്റൽ സ്പേസ് വേണം, നിങ്ങളുടേതായ ഹോബി വേണം, നിങ്ങളുടേതായ കൂട്ടുകാർ വേണം, നിങ്ങളുടേതായ ഒരു ജീവിതം വേണം. നിങ്ങളുടെ 100% ജീവിതത്തിലെ ആശ്വാസവും സന്തോഷവും എല്ലാം നിങ്ങളുടെ പാർട്ണർ ആവാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ണറിന്റെ മേലെ വെക്കുന്ന ഒരു ബഹുത്ത് ബെഡ ഉത്തരവാദിത്വമാണത്. അത്ര ഉള്ളൊരു ഉത്തരവാദിത്വമൊന്നും നമ്മുടെ സന്തോഷത്തിന്റെ താക്കോലൊന്നും നമ്മൾ വേറെ ആളുടെ കൈ കൊണ്ട് കൊടുക്കരുത്. ശരിയാണ്, നമുക്ക് നമ്മുടെ പാർട്ണർ കൂടെ ഉള്ളപ്പോൾ സന്തോഷമുണ്ട്, പക്ഷെ നമ്മൾ തന്നെ ഉള്ളപ്പോഴും സന്തോഷം കണ്ടെത്താൻ നമ്മൾ പഠിക്കണം. Number 5, we choose experiences together. Curiosity keeps the relationship alive. New restaurants, new cities, new rituals, new dreams. A relationship that explores together stays flexible and connected. Number 6, respect around friendships. Platonic friendships are normal and healthy, but transparency and consideration are non-negotiable. It's not about control. It's about protecting the relationship you choose. Number 7, നമ്മളെ പെൺപിള്ളേര് ജനറലി പെൺകുട്ടികളുടെ അടുത്ത് നമ്മൾ ആമ്പിള്ളേര് പറയാറുണ്ട്, ആമ്പിള്ളേരുമായിട്ട് നീ കൂടുമ്പോൾ അത് ശ്രദ്ധിക്കണമെന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ്പിള്ളേരുടെ മൈൻഡ് എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. കൂട്ടുകാര് നിങ്ങൾക്കാകാം, പക്ഷേ ഒരു വളരെ ചെറിയൊരു നാരോവായിട്ടുള്ള ബ്ലീക്കായിട്ടുള്ള ഒരു സംഭവത്തിൽ, ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ഒരു കൂട്ടുകാരൻ, ഒരു മെയിൽ ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. മിക്കവാറും ചിലപ്പോൾ ചാൻസ് കിട്ടിയാൽ ഗോൾ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആമ്പിള്ളേര് ഉണ്ട്. പക്ഷേ ഈ കൂട്ടുകാരിയാണ് എന്നുള്ള രീതിയിൽ മാത്രം കണ്ടു നിൽക്കുന്ന കൂട്ടുകാര് വളരെ കുറവാണ്. ഇല്ല എന്നല്ല, പക്ഷെ വളരെ കുറവാണ്. മിക്കവന്മാരും കിട്ടിയ ചിലപ്പോൾ ചാൻസിൽ കയറി ഗോൾ അടിക്കാൻ നിൽക്കുമായിരിക്കും. അപ്പൊ ആ ഒരു ചാൻസ്, ആ ഒരു റിസ്ക് എടുക്കാതിരിക്കാനാണ് മിക്കവാറും ആമ്പിള്ളേർ പറയുന്നത്, എടി അവനെ നീ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൺകുട്ടി ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് അത്ര ഒരു നല്ലൊരു സംഭവമല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. Say I love you often. Say it all the time, not on special occasions, not just at bedtime. Say it often. The couples who stay connected don't save affection for later. And last one, it's never you versus them. It's both of you versus the problem. I teach this to my couples all the time. This is the mindset that changes communication instantly. Teams solve things, opponents fight. If you want more guidance like this, tailor to your attachment. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമ്മൾ തമ്മിലൊരു വഴക്കുണ്ടാവുമ്പോൾ എന്താണ് അവിടുത്തെ പ്രശ്നം, ആ പ്രശ്നം വേഴ്സസ് നമ്മൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ
നമ്മൾ വേഴ്സസ് അവൾ എന്നുള്ള രീതിയിലാണ് മിക്കവാറും വഴക്കുണ്ടാക്കാറ്. പിന്നെ നമ്മൾ ജയിക്കാൻ വേണ്ടി സംസാരിക്കും. എപ്പോഴും ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ടാവും. സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ അത് പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കി സമാധാനം പോയി ആഴ്ചകളും മാസങ്ങളും മിണ്ടാതിരിക്കുന്നതിന് പകരം എന്താണ് ഇവിടെ നടന്ന സംഭവം, അത് പ്രോപ്പറായിട്ട് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് ഓക്കെ ആയിട്ട് പോവാം എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ വഴക്കുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹരമാണ്. അവര് പോലും അറിയാതെ അവര് ഒന്നും രണ്ടും പറഞ്ഞ് ഈ വഴക്കിലേക്ക് തെന്നി മാറി വീണ്ടും വീണുകൊണ്ടിരിക്കും. പക്ഷേ പെൺകുട്ടികൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു സംഭവമാണ്. നമ്മൾ ആമ്പിള്ളാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ടൈപ്പ് ഒരു പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ 100% വേണ്ട, ഏകദേശം ഒരു 70% ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ പറയാം. ആ ഒരു സംഭവം നിങ്ങളുടെ പാർട്ണറുടെ പീസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അവന്റെ സമാധാനം കുറയ്ക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളോടുള്ള ഒരു സ്നേഹം അവന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇത് അവൻ കോൺഷ്യസ്ലി ചെയ്യുന്ന ഒരു സംഭവമല്ല. ബിക്കോസ് സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ആമ്പിള്ളാർ മിക്കവാറും മേലെ തട്ടിൽ പ്രിഫർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അത് കെടുത്തുന്നത് ആരായാലും അയാളോടുള്ള കോണ്ടാക്ട് കുറയാനും അയാളോടുള്ള സ്നേഹം കുറയാനും ഒക്കെ കാരണമാവും. അപ്പൊ നിങ്ങൾ സ്ഥിരം വഴക്കുണ്ടാക്കി വന്ന് ഒരു പോയിലെത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അവനിപ്പോ എന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആക്ഷൻസിന് ചെക്ക് ചെയ്യുക. എന്തുമാത്രം സമാധാനമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ പയ്യന് കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനൊരു കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം നിങ്ങളുടെ ഇടയിൽ സ്നേഹം കുറഞ്ഞതിന്, അവന് നിങ്ങളോടുള്ള പെൺകുട്ടികളുള്ള സ്നേഹം ആൺകുട്ടിക്ക് കുറഞ്ഞതിന് കാരണം അതാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ.